ആദ്യം തന്നെ ഒരു കുഞ്ഞു ഗുഡ് ന്യൂസ് പറയട്ടെ. എൻ്റെ ഒരു കുഞ്ഞു ഷോട്ടിന് ഒരു 83K ഒക്കെ ആയി കേട്ടോ. 1 lakh അടിക്കുകയായിരിക്കുമല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലൊക്കെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനിരിക്കുന്നത്. പക്ഷേ ഈ വീഡിയോ എത്ര പേര് കാണുമെന്നൊന്നും എനിക്കറിയത്തില്ല. എന്നാലും ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഒരു ഡ്രോയിങ്ങിൽ ഈ മുടി വരയ്ക്കുന്ന ഭാഗമില്ലേ, അത് ആക്ച്വലി അത്രയും മുടി ഇല്ലായിരുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ വന്ന ഒരു ബ്ലാക്ക് ഇതാണ് ഇനി കുഴപ്പിച്ചത്. പിന്നെ ഞാനതങ്ങ് മുടിയാക്കി മാറ്റിയതാണ് കേട്ടോ. പിന്നെ എന്നെ കുഴപ്പിച്ചൊരു സംഭവം എന്ന് വെച്ചാൽ ഈ ബ്ലൗസാണ്. ഇത് ബ്രൊക്കേഡിൻ്റെ ബ്ലൗസ് ആയതുകൊണ്ട് അതിൽ കുറേ പണിയെടുക്കേണ്ടി വന്നു. ആദ്യം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ബ്ലാക്ക് ചാർക്കോൾ പെൻസിൽ വെച്ചിട്ട് ഞാൻ നന്നായിട്ടങ്ങ് കറുപ്പിച്ചു. എന്നിട്ട് ഈ എറേസർ വെച്ചിട്ട് വെളുപ്പിച്ചെടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നടന്നില്ല. ആ മായ്ക്കും തോറും എറേസർ കറുപ്പാവുന്നതല്ലാതെ അതിലൊരു മാറ്റവും സംഭവിച്ചില്ല. മാറ്റം സംഭവിക്കുന്നുണ്ട്, പക്ഷേ അതിലൊരു ചെറിയ മങ്ങലുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതുപോലെ വെളുപ്പിച്ചെടുക്കും. പിന്നീട് എറേസർ പേപ്പറിൽ മായ്ച്ചിട്ട് അതൊന്ന് ക്ലിയർ ചെയ്ത് എടുത്തിട്ട് വീണ്ടും പരീക്ഷണം തുടങ്ങി. അതിലും പാളി. ലാസ്റ്റ് ഞാൻ എറേസർ കട്ട് ചെയ്ത ഒരു ഭാഗം എടുത്തിട്ട് ഞാൻ ഇതുപോലെ മായ്ക്കാൻ നോക്കി. എന്നിട്ട് ഒരു രക്ഷയില്ല, അതും പാളി. വീണ്ടും ഞാൻ എന്ത് ചെയ്തു, എറേസർ തന്നെ എടുത്തു. വീണ്ടും അതും പാളി. അങ്ങനെ ഞാൻ ലാസ്റ്റ് ആ ചാർക്കോൾ പെൻസിൽ വെച്ച് വരച്ചതെല്ലാം മായ്ക്കാനായിട്ട് എറേസർ എടുത്തു. എൻ്റെ ഈ എറേസറിൻ്റെ കോലമൊന്നും കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട. എൻ്റെ ടൂൾസൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ അത് വെച്ച് മായ്ച്ചപ്പോൾ അത് ഫുള്ള് ബ്ലാക്കായി. പിന്നെ ഞാൻ എന്ത് ചെയ്തു, പെൻസിൽ വെച്ചിട്ട് ആ ഒരു ഷേപ്പിൽ ആ ബ്രൊക്കേഡിൻ്റെ ഡിസൈനൊക്കെ ഒന്ന് വരച്ചെടുത്ത് സെറ്റാക്കി. എന്നിട്ട് ലാസ്റ്റ് സെറ്റിംഗ് സ്പ്രേ അടിച്ചില്ലെങ്കിൽ ആകെ വിഷയമാവും. കാരണം ഫുൾ ബ്ലാക്കാണ്. അവിടെ ഇവിടെ തൊട്ടാൽ ഫുൾ പടരും. അപ്പോൾ ഇതാണ് നിൻ്റെ ഫൈനൽ ലുക്ക്. ഒപ്പില്ലാതൊരു കാര്യമില്ലല്ലോ അല്ലേ. അങ്ങനെ സൈനും ഡേറ്റും ഒക്കെ ഇട്ട് സെറ്റാക്കി എടുത്തു കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രോയിങ്ങിന് എത്ര സമയം എടുത്ത് കാണുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്? ഏകദേശം ഒരു 15 മണിക്കൂർ എടുത്തു കേട്ടോ ഈ ഒരു ഡ്രോയിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അന്ന് ഞാനൊരു 5 മണിക്കെങ്ങാണ്ടാണെന്ന് തോന്നുന്നു ഉറങ്ങിയത്. ആകെ 2 മണിക്കൂറാണ് എനിക്ക് ഉറങ്ങാൻ കിട്ടിയത്. എന്തൊക്കെയായാലും കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ അല്ലേ നമുക്ക് പ്രധാനം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയുള്ള വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ.